ഏട്ടാ, എന്താ നമുക്കൊരു സിനിമക്ക് പോയാലോ? നീ എന്നാ പറയുന്നത്? സിനിമക്ക് പോവാനാ? പിള്ളേര് കുറേയായി തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ പറയുന്നത്. മാത്രമല്ല, നമുക്ക് പുറത്തുനിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് വരാം. പിള്ളേർക്ക് അടുത്താഴ്ച പരീക്ഷയല്ലേ? ഈ പരീക്ഷ വെച്ചിട്ട് സിനിമക്ക് പോവാ? ആ, പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന്. ഈ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു ചിലവാന്ന് എനിക്കറിയാം. ഒരു ലോണിൻ്റെ EMI തന്നെ പെൻഡിങ് ആണ്. അന്നേരം അതിൻ്റെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കല്. ഒന്ന് പോയേ. നിങ്ങളോട് പറയാൻ പറ്റുന്ന എന്നെ വേണം പറയാം. ഏട്ടാ, നാളെ എനിക്ക് ഓഫീസിൽ 8 മണിക്ക് എത്തണം. ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഏട്ടൻ ഒന്ന് നേരത്തെ എണീച്ചിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പിന്നെ പിള്ളേരുടെ കാര്യം കൂടി ഒന്ന് നോക്കണം കേട്ടാ. സ്കൂൾ ബസ് മിസ്സായ പിന്നെ നിങ്ങൾ കൊണ്ടാക്കേണ്ടി വരും. പിന്നെ ഏട്ടാ, നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പ വാങ്ങാനാക്കാം. അതാകുമ്പോൾ വേഗം ആവില്ല, അല്ലേ പിന്നെ കുറേ സമയം എടുക്കും. ഏട്ടാ, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? എന്താ പറഞ്ഞേ? കുന്തം 24 മണിക്കൂർ ഫോണും കുത്തി ഇരുന്നാ മതി. ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കണ്ട. എന്റെ പച്ച ടീഷർട്ട് ഉണ്ടായിരുന്നോ? കിടന്ന് ഒച്ചയാക്കണ്ട. ഇതാ നിങ്ങളെ പച്ച ഷർട്ട്. നിങ്ങൾ എപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ മാത്രം ടൂർ പോയത്? ചെങ്ങായിമാരപ്പുറൊക്കെ പോകുന്ന വൈബ് വേറെ തന്നെയാണ്. അത് നിങ്ങളെ പോയി കിട്ടുവാ? നമ്മളെല്ലാം ആരാപ്പാ കൂട്ടി പോവാ? അല്ല, നിങ്ങളെവിടെയും കൊണ്ടുപോയിട്ടില്ലേ? നീ എന്നാ ഒന്നും കൊണ്ടുപോകാത്തോടെ പറയുന്നു? ഈ കണ്ണൂർ ജില്ല വിട്ടിട്ട് ഞാൻ എവിടെയെങ്കിലും പുറത്തു പോയിട്ടുണ്ടോ? മതിയടി, അതിനപ്പുറം പോകാനുള്ള യോഗ്യത എനിക്കായിട്ടില്ല. ഓരോരോ കുനിഷ്ടം കൊണ്ട് വരും മനുഷ്യന്മാരൊരു ബൈക്ക് പോകുമ്പോൾ. പൊയ്ക്കോണം എൻ്റെ മുമ്പിൽ നിന്ന്. ഈ വീഡിയോയിലുള്ള കപ്പിൾസിന് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങോ ഇല്ല. അവർ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പരസ്പരം മനസ്സിലാക്കുകയും ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ? ഏട്ടാ, നമുക്കൊരു സിനിമക്ക് പോയാലോ? പിള്ളേര് കുറേയായി തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ പറയുന്നത്. ഓ അതെ അല്ലേ, സിനിമക്ക് ഇപ്പം പോണോ? പിള്ളേർക്ക് പരീക്ഷ അല്ലല്ലേ അടുത്താഴ്ച? അത് കഴിഞ്ഞിട്ട് പോവാം. പൈസക്ക് കുറച്ച് ടൈറ്റാണ്, എന്നാലും കുഴപ്പമില്ല. പിള്ളേരോടൊപ്പമുള്ള എൻജോയ്മെൻ്റൊക്കെ ഇപ്പോഴേ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ പോകാം നമുക്ക്. അപ്പോൾ ഫുഡോ? ഫുഡും കൂടി പുറത്തയക്കാം. ഇതൊക്കെയല്ലേ ഒരു രസം. നിനക്കൊരു റിലീഫ് ആവല്ലോ. എന്നാൽ ഞാനിത് പോയിട്ട് പിള്ളേരോട് പറയട്ടെ, അവർക്ക് നല്ല സന്തോഷമാവും. ഏട്ടാ, നാളെ എനിക്ക് ഓഫീസിൽ 8 മണിക്ക് എത്തണം. ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഏട്ടൻ ഒന്ന് നേരത്തെ എണീച്ചിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പിന്നെ പിള്ളേരുടെ കാര്യം കൂടി ഒന്ന് നോക്കണം കേട്ടാ. സ്കൂൾ ബസ് മിസ്സായ പിന്നെ നിങ്ങൾ കൊണ്ടാക്കേണ്ടി വരും. പിന്നെ ഏട്ടാ, നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പ വാങ്ങാനാക്കാം. അതാകുമ്പോൾ വേഗം ആവില്ല, അല്ലേ പിന്നെ കുറേ സമയം എടുക്കും. ഏട്ടാ, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? ആടി, അത് ഞാൻ നോക്കിക്കോളാം. പിള്ളേരാലും ആലോചിച്ചിരുന്ന് ടെൻഷൻ അടിക്കണ്ട. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവെന്നല്ലേ പറഞ്ഞേ? അത് ഞാൻ ഉണ്ടായിക്കോളാം. പിന്നെ ഏതാ രാവിലെ 8 മണിക്ക് ഇറങ്ങാൻ നോക്കണേ, ലേറ്റ് ആക്കരുത്. ഓക്കെ ഏട്ടാ, എനിക്ക് കിച്ചണിൽ കുറച്ചുകൂടി പണിയുണ്ട്, ഞാനത് തീർത്തിട്ട് വരാം. ഓക്കെ. നിങ്ങൾ എപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ മാത്രം ടൂർ പോയത്? ചെങ്ങായിമാരപ്പുറൊക്കെ പോകുന്ന വൈബ് വേറെ തന്നെയാണ്. അത് നിങ്ങളെ പോയി കിട്ടുവാ? നമ്മളെല്ലാം ആരാപ്പാ കൂട്ടി പോവാ? എന്നൊരു കാര്യം ചെയ്യും, നെക്സ്റ്റ് വീക്ക് നമുക്കൊരു ട്രിപ്പ് പോവാം. 2 days ട്രിപ്പ്. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് കുറച്ച് റിലീഫെല്ലാം ആയിക്കോട്ടെ. പിള്ളേർക്കൊരു ഹാപ്പി ആവും. എനിക്ക് സന്തോഷമായി. നമുക്ക് അടിച്ചു പൊളിക്കണം കേട്ടോ. 2 ദിവസം തകർത്തിട്ട് വരണം. ഞാൻ പിള്ളേരോടും കൂടി പറയട്ടെ, ഹാപ്പി ആവും. ഒരു കുടുംബജീവിതത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. കുറച്ചു സമയം നമ്മൾക്ക് ഓക്സിജൻ കിട്ടാതിരുന്നാൽ നമ്മുടെ ജീവിതം എന്താകും, അതുപോലെ തന്നെയാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലും സംഭവിക്കുന്നത്. നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എല്ലാം നിങ്ങളുടെ പാർട്ട്ണർക്ക് അറിയാമെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തന്നെ വേണം. നിങ്ങളുടെ പാർട്ട്ണർ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ മാത്രമാണ് അവിടെ സ്നേഹവും പരിഗണനയും ലഭിക്കുന്നത്. അതുകൊണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കുക, ഒപ്പം നല്ലൊരു ശ്രോതാവാവുക.